നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വനിതാ സംരംഭകർക്ക് കരുത്തായി ദാക്ഷായണി. പട്ടിക വിഭാഗ സ്വയം സഹായ സംഘങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ ധനസഹായം. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ മലയോര മേഖലയിൽ ഉണ്ടാകുന്ന ആനശല്യം നേരിടാൻ അടിയന്തര നടപടികൾക്ക് തീരുമാനമായതായി കെ രാജൻ MLA. സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 99.5 ലക്ഷം രൂപ അനുവദിച്ചു നിർമ്മിച്ച ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ കെട്ടിടത്തിലെ 1ാം നിലയുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. പ്ലാവ് സംരക്ഷണ ദിനവും ചക്ക ദിനവും തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ മേയർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. വനിതാ സംരംഭകർക്ക് കരുത്തായി ദാക്ഷായണി. പട്ടിക വിഭാഗ സ്വയം സഹായ സംഘങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ ധനസഹായം. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും സംരംഭകത്വ വികസനത്തിനുമായി ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ പുതിയ പദ്ധതി നടപ്പിലാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി അറിയിച്ചു. പദ്ധതിയുടെ പൈലറ്റ് ഘട്ടം പാലക്കാട് ജില്ലയിൽ നടപ്പാക്കി വിജയകരമാക്കിയതിനു ശേഷം സംസ്ഥാനത്ത് മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച സാമൂഹിക പ്രവർത്തകയും ആദ്യ വനിതാ ബിരുദധാരിയും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ദാക്ഷായണി വേലായുധന്റെ ജന്മദിനമായ ജൂലൈ 4 അവരോടുള്ള ആദരസൂചകമായാണ് സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പുതിയ പദ്ധതിക്ക് അവരുടെ പേര് നൽകാൻ തീരുമാനിച്ചത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരിക്കാനും വൻ സാമ്പത്തിക പിന്തുണ ലഭ്യമാകും. സ്വയം സഹായ സംഘങ്ങൾക്ക് സ്വാശ്രയത്വം കൈവരിക്കാം. സർക്കാർ വകുപ്പുകളിലോ അംഗീകൃത ഏജൻസികളോ രജിസ്റ്റർ ചെയ്ത 18 വയസ്സ് പൂർത്തിയായ പട്ടികജാതി വിഭാഗക്കാരുടെ ഗ്രൂപ്പുകൾക്കാണ് ആനുകൂല്യം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആകെ ചെലവിന്റെ 75% സർക്കാർ സബ്സിഡി ലഭിക്കും. പരമാവധി 10 ലക്ഷം രൂപ. ശേഷിക്കുന്ന 25% ബാങ്കുകളിലൂടെയോ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിലൂടെയോ വായ്പയായി കണ്ടെത്തണം. കുറഞ്ഞത് 2 വർഷം വിജയകരമായി പ്രവർത്തിക്കുന്ന നിലവിലെ സംരംഭങ്ങൾ വികസിപ്പിക്കാനും സഹായം നൽകും. പരമാവധി 5 ലക്ഷം രൂപ. BPL കുടുംബങ്ങൾ, ദുർബല വിഭാഗങ്ങൾ, അവിവാഹിതരായ അമ്മമാർ, വിധവകൾ, ട്രാൻസ്ജെൻഡർ, സ്റ്റാർട്ടപ്പ് മിഷനിലോ നോർക്കയിലോ രജിസ്റ്റർ ചെയ്തവൻ, പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തിയാക്കിയ തൊഴിൽ രഹിതർ എന്നിവർക്ക് മുൻഗണനയുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ അറിയിക്കുമെന്ന് മന്ത്രി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ പ്രധാനം എപ്പോഴും നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും അത് വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരു സ്ത്രീക്ക് സാമ്പത്തിക സുരക്ഷിതത്വം വളരെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് ഒരു പുതിയ സ്കീമിന് നേതൃത്വം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം സംരംഭകത്വ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഒരു പദ്ധതി പ്രപ്പോസൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ 75% സബ്സിഡി ആയിട്ട് അത് 10 ലക്ഷം രൂപ ഫിക്സ് ചെയ്തുകൊണ്ട് വകുപ്പ് കൊടുത്തുകൊണ്ട് അവരെ ഒരു സാമ്പത്തിക സ്വാശ്രയത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിന് പേരിടണം, അതിനൊരു നല്ല പേര് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തിയിട്ടുള്ള വനിതാ നേതാക്കന്മാരെ പലരെയും നമ്മൾ അവരെ കുറിച്ച് കൂടുതൽ പഠിച്ചു. അപ്പൊ അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പേര് ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന വനിതാ നേതാവിന്റെ ആണ് എന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ നടപ്പിലാക്കാൻ പോകുന്ന ഈ സ്വയം സംരംഭത്വം അവരെ സ്വാശ്രയത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിക്ക് ദാക്ഷായണി എന്നുള്ള പേര് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ 1912 അവർ നിര്യാതയായതാണ്. അപ്പൊ അതിനുശേഷം ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സർക്കാരിന്റെ ഒരു പ്രോഗ്രാമിൽ അവരുടെ പേര് നൽകപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മുടെ വകുപ്പിന് അത് ചെയ്യാൻ കഴിഞ്ഞതിൽ അവരോടുള്ള ആദരസൂചകമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ അവരുടെ മകളുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നമുക്കും നമ്മുടെ വകുപ്പിനും അങ്ങനെ ഒരു പേര് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വകുപ്പിനെ സംബന്ധിച്ചും വളരെ സന്തോഷവും അഭിമാനമാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിത എന്നുള്ള നിലയിൽ എനിക്കും പേഴ്സണലിയും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടും
വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മിനിസ്റ്റർ എന്നുള്ള നിലയിലും എനിക്കും അത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന്റെ സോഫ്റ്റ് കോപ്പി എല്ലാവർക്കും എത്തിക്കും. അപ്പോൾ അതുകൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതകളെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ദാക്ഷായണി വേലായുധന്റെ പ്രസക്തി. അവര് ഇപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർവഹണ സമിതിയിൽ നമ്മൾ നോക്കിയാൽ ആകെ 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. അതിലുണ്ടായിരുന്ന ഏക ദളിത് നേതാവാണ് ദാക്ഷായണി വേലായുധൻ. അപ്പൊ അതുകൂടി ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി ഉയർത്താൻ സാധിച്ചിട്ടുള്ള ഒരു വനിതാ നേതാവ് കൂടിയാണ്. അപ്പൊ അവരെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. പിന്നെ രണ്ടാമത് സൂചിപ്പിക്കാനുള്ളത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുറെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന ഒരുപാട് പരാതികളുണ്ട്. അപ്പൊ ആ പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം കേരളത്തിൽ ഉടനീളം വിവിധ ജില്ലകളിലും അതുപോലെ തന്നെ വകുപ്പിന്റെ ഡയറക്ടറേറ്റുകളിലും ഒക്കെ നമ്മൾ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പം നമ്മുടെ ഒരു അദാലത്ത് നടത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ് ജൂലൈ 29, 30, 31 തീയതികളിലായിട്ട്. അപ്പോൾ പലപ്പോഴും നമുക്കൊരു ആളൊരു പരാതി കൊടുത്താൽ അത് അവർക്ക് നീതി കിട്ടാൻ കാലതാമസം വരുമ്പോൾ അതൊരു അനീതിയായിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പൊ ആ ഒരു അനീതി നമ്മുടെ വകുപ്പിന്റെ കീഴിൽ പരാതി കൊടുത്ത ആർക്കും വരാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അദാലത്ത് സംഘടിപ്പിക്കുന്നത്. അപ്പൊ 3 ദിവസങ്ങളിലായിട്ട് നമ്മുടെ 3 വകുപ്പിലും, അത് പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്കക്ഷേമം, ഈ 3 വകുപ്പുകളിലും നമ്മൾ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ ഒരു അദാലത്ത് സംഘടിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കപ്പെടുന്ന പരാതികളിലും അപേക്ഷകളിലും എണ്ണം കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമല്ല, മറിച്ച് നല്ല ക്വാളിറ്റി ഉള്ള പരിഹാരം ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, ഒരാളൊരു അപേക്ഷ കൊടുത്തു അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തു, അപ്പൊ അത് കൊടുത്തു കഴിയുമ്പം നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരാള് 100% നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന അപേക്ഷകളോ പരാതികളോ ആയിരിക്കില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ വരും. പക്ഷെ അങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് അത് നമ്മളെ കൊണ്ട് കഴിയുന്നതല്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്നുള്ളത് പലപ്പോഴും അപേക്ഷകരെ നമ്മൾ അറിയിക്കാൻ പലപ്പോഴും വീഴ്ച വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കൊടുത്ത ആളുടെ പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ഇത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു കാരണവശാലും നമുക്ക് പരിഹരിക്കാനോ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ, നമ്മളിത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അത് തന്ന ആളുകളെ അറിയിക്കുക എന്നുള്ളത് നമ്മളൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് കുറെ കാലങ്ങളായിട്ട് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മുന്നിലുണ്ട്. അതുകൂടി ഈ അദാലത്ത് നടത്തുന്നതിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. കാരണം നമ്മളെ കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയില്ല എങ്കിൽ അത് അവരെ തുറന്നു പറയുക, എന്ത് കാരണം കൊണ്ടാണ് നമുക്കത്. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ മലയോര മേഖലയിൽ ഉണ്ടാകുന്ന ആന ശല്യം നേരിടാൻ അടിയന്തര നടപടികൾക്ക് തീരുമാനമായതായി കെ രാജൻ MLA അറിയിച്ചു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ മലയോര പ്രദേശങ്ങളിൽ കഠിനമായിട്ടുള്ള ആനശല്യത്തെക്കുറിച്ച് ആലോചിച്ച് ആനശല്യം നിയന്ത്രിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കെ രാജൻ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും സമരസമിതികളുടെയും യോഗം തീരുമാനിച്ചു. മാന്നാമംഗലം കേന്ദ്രീകരിച്ച് ഇനിയുള്ള 1 മാസക്കാലം RRTയുടെ പ്രവർത്തനം പൂർണ്ണമായും കേന്ദ്രീകരിക്കും. വെള്ളക്കാരിത്തടം വായനശാല കേന്ദ്രീകരിച്ചാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം സർവ്വസന്നാഹങ്ങളോടും കൂടി ആരംഭിക്കുക. 6 ഉദ്യോഗസ്ഥന്മാരും ജീപ്പും ആവശ്യമായ ഉപകരണങ്ങളും ഉൾപ്പെടെ RRT ടീമിനെ വിന്യസിക്കാൻ നിശ്ചയിച്ചു. ആനകൾ കടന്നുവരുന്ന 4 കേന്ദ്രങ്ങളിൽ 30 മീറ്റർ അപ്പുറത്ത് നിന്ന് ആനയുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്ന വിധത്തിൽ സെൻസർ അലാറം സ്ഥാപിക്കാനും തീരുമാനമായി. അടിയന്തര നടപടികൾ ഇതിനുവേണ്ടി ഉടനടി എടുക്കും. പ്രാദേശിക വളണ്ടിയർമാരെ കേന്ദ്രീകരിച്ച് PRTക്ക് 21 അംഗങ്ങളടങ്ങുന്ന സ്ക്വാഡിന് ചൊവ്വാഴ്ച ട്രെയിനിംഗ് നൽകും. ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഏർപ്പെടുത്തും. 30 സോളാർ ലൈറ്റുകൾ പെട്ടെന്ന് അനർട്ടിന്റെ സഹായത്തോടെ പ്രദേശങ്ങളിൽ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തു. ഫെൻസിംഗ് ശക്തമാക്കാനും ബാറ്ററികൾ മാറ്റി സ്ഥാപിക്കാനുമുള്ള നടപടിക്രമങ്ങൾ നടത്താൻ യോഗത്തിൽ തീരുമാനമായി. കാടിനോട് ചേർന്ന് സ്വകാര്യ ഭൂമികളിലടക്കം സാധാരണ നിലയിലുള്ള ചെടികളും മരങ്ങളും വളർന്ന് വലിയ കാടിന്റെ രൂപത്തിലായത് വെട്ടിമാറ്റാൻ തൊഴിലുറപ്പുകാരുടെയും ജനകീയ സമരസമിതിയുടെയും നേതൃത്വത്തിൽ സംഘം ചൊവ്വാഴ്ച മുതൽ പ്രവർത്തന രംഗത്തിറങ്ങും. അതിർത്തികളിൽ താമസിക്കുന്ന വീടുകൾക്കും PRTയിലെ പ്രവർത്തകർക്കും ആവശ്യമായ ടോർച്ച് നൽകും. വനത്തിനകത്ത്
പുറത്തിട്ട ഫെൻസിംഗിനോട് വനത്തിനകത്ത് മരങ്ങൾ കേന്ദ്രീകരിച്ച് ഫെൻസിംഗ് നടത്തും. ആനശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സമഗ്രമായ പദ്ധതി തയ്യാറാക്കണമെന്നും MLA കെ രാജൻ ഏവരോടും അഭ്യർത്ഥിച്ചു. ഒറ്റക്കെട്ടായി ജനങ്ങളുടെ സഹായം ഫോറസ്റ്റിന്റെയും ഉണ്ടാകുമെന്നും തുടർച്ചയായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സഹായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാകും. 2 ഘട്ടമായി ഇതിനെ കാണേണ്ടതുണ്ട്. താൽക്കാലിക പരിഹാരവും ശാശ്വത പരിഹാരവും. ഇതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തും. ഒല്ലൂർ MLA കെ രാജൻ യോഗത്തിൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, വൈസ് പ്രസിഡന്റ് മിനി റെജി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മിനി ഉണ്ണികൃഷ്ണൻ, അഖിൽ PS, പഞ്ചായത്ത് അംഗം റെജി, CCF അടലരശൻ IFS, DFO മാർട്ടിൻ ലോവൽ IFS, റേഞ്ച് ഓഫീസർ പ്രജി, സമരസമിതി കൺവീനർ ബാബു, ചെയർമാൻ എഡിസൺ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. സേവ്യർ ചിറ്റലപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 99.5 ലക്ഷം രൂപ അനുവദിച്ചു നിർമ്മിച്ച ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ കെട്ടിടത്തിലെ 1ാം നിലയുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റലപ്പള്ളി MLA നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. 366.19 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 5 ക്ലാസ് മുറികളോടുകൂടി ആധുനിക കെട്ടിടത്തിന്റെ 1ാം നിലയുടെ നിർമ്മാണം നിർവഹിച്ചു. സ്കൂളിലെ മികച്ച വിജയത്തിന്റെ ഭാഗമായുള്ള വിജയോത്സവവും നടന്നു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗമാണ്. നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KP മദനൻ, PG സനീഷ്, കൌൺസിലർമാരായ PN വൈശാഖ്, S രാമചന്ദ്രൻ, മഹേഷ്, മോഹനൻ, സുജാത മുരളി, സതീഷ്, ബെനില ശിവൻ, സുമയ്യാബി, PTA പ്രസിഡന്റ് KM ഹസൻ, SMC ചെയർമാൻ സുരേഷ് കൂട്ടത്ത്, MPTA പ്രസിഡന്റ് സജിത സേതു, സീനിയർ അസിസ്റ്റന്റ് അനുപമ, വിദ്യാർത്ഥി പ്രതിനിധി നന്ദന, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TR രജിത്, PG ജയ്ദീപ് എന്നിവർ ആശംസകൾ അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാന അധ്യാപിക KK സുമ സ്വാഗതം ആശംസിച്ചു. സ്റ്റാഫ് സെക്രട്ടറി KR ഷിബു നന്ദി അറിയിച്ചു. സ്കൂളിന്റെ തിളക്കമാർന്ന 100% വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ച വിജയോത്സവത്തിൽ മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികളെ MLAയും ജനപ്രതിനിധികളും ചേർന്ന് ആദരിച്ചു. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയത്തിലേക്ക് വരുന്ന റോഡുകൾ, കുമ്പളയങ്കാട്, പള്ളിമണ്ണ, പാർലിക്കാട് റോഡ് ഏകദേശം 7.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. നമ്മുടെ തൊട്ടപ്പുറത്ത് സ്പേഷ്യൽ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദീർഘകാലമായി ഒരു പ്രാരാബ്ധത്തിലായിരുന്നു. പാമ്പ് വരുന്നു, മഴ പെയ്യുന്നു, വെള്ളം അകത്തേക്ക് പ്രവേശിക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ മനോഹരമായ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഈ ഒരു ചെയ്യേണ്ട കാര്യം. ഒപ്പം തന്നെ നമുക്ക് പൂർത്തിയാക്കാനുള്ള ഈ വിദ്യാലയത്തിൻ്റെ ഒരു നില കൂടി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഈ ബിൽഡിംഗ് കൂടി നമുക്ക് പൊളിച്ചു മാറ്റി ഒരു ഷെഡ് ആകൃതിയിലുള്ള ഒരു കെട്ടിടം കൂടിയാണ് ഈ വിദ്യാലയത്തിൻ്റെ രൂപപ്പെടുത്തിയ മാസ്റ്റർ പ്ലാനിനകത്തുള്ളത് എന്നുകൂടി അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൻ്റെ തൊട്ടു മുന്നിലുള്ള ആ സ്ഥലം ടൈലൊക്കെ ഇട്ട് വൃത്തിയാക്കി ഇതുപോലെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം കൂടി പണിതാലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പൂർണ്ണമായ ആ ഒരു സൗകര്യങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രവൃത്തിയിലേക്ക് എത്തൂ എന്നുകൂടിയാണ് നമ്മുടെ PTA ഭാരവാഹികൾ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി നമുക്കത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും, ഇപ്പോൾ ബോയ്സ് ഹൈസ്കൂളിലായാലും പാർലിക്കാട് സ്കൂളിലായാലും പരിശീലിക്കുകയാണ്. മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ പ്ലാവ് സംരക്ഷണ ദിനവും ചക്ക ദിനവും മേയർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. JPC സെൻട്രൽ സോൺ കമ്മിറ്റി ചെയർമാൻ അസീസ് താണിപ്പാടം അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഷിബു KP റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. വനമിത്ര അവാർഡ് ജേതാവ് ചക്ക ആഹാരവും ഔഷധവും എന്ന വിഷയം അവതരിപ്പിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ചന്ദ്രൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സന്തോഷ്, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളി ജോഷുവ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാക്കോബ് പുലിക്കോട്ടിൽ, മേഫി ടെൽസൺ, K ഗോപാലകൃഷ്ണൻ, TR ഹിരൺ, രഘുനാഥ് C മേനോൻ, KS കൃപകുമാർ എന്നിവർ സംസാരിച്ചു. JPC സെൻട്രൽ കോർഡിനേറ്റർ PM ജോയ് സ്വാഗതവും വൈസ് ചെയർമാൻ സന്തോഷ് വർഗീസ് നന്ദിയും അറിയിച്ചു. ചക്ക വറുത്തത്, ചക്ക അട, അതുപോലെ തന്നെ ചക്ക അലുവ, ഇവിടെ നോക്കിയപ്പോൾ ചക്ക കുട്ടുപൊടി, ചക്ക ഇടിയപ്പം, പിന്നെ ഇന്ന് രാവിലെ എനിക്ക് ചക്ക ഐസ്ക്രീം കഴിക്കാൻ തന്നു. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്, അധികം മധുരമില്ല. എന്നിരുന്നാലും നല്ലൊരു വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലെന്നാണ്
ഫാദർ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ വളരെ വെറൈറ്റി ആയുള്ള ഐറ്റംസ്, അതേപോലെ പിക്കിളുണ്ട്, സ്ക്വാഷ് ഉണ്ട്, അങ്ങനെ പല നടത്തറ പഞ്ചായത്തും നടത്തറ കൃഷിഭവനും സംയുക്തമായി കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ഞാറ്റുവേലയുടെ പ്രാധാന്യം പുതുതലമുറയെ ഓർമ്മിപ്പിച്ച് നടത്തറ പഞ്ചായത്തിന്റെയും നടത്തറ കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവൻ അങ്കണത്തിൽ നടത്തിയ പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന ഷാജു അധ്യക്ഷത വഹിച്ചു. ഗുണമേന്മയുള്ളതും വിഷാംശങ്ങളില്ലാത്തതുമായ പച്ചക്കറികൾ വീട്ടുമുറ്റത്ത് ഉൽപ്പാദിപ്പിക്കാൻ ഇത്തരം ഞാറ്റുവേല ചന്തകൾ ഉപകരിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് പറഞ്ഞു. കൃഷി ഓഫീസർ അനില പീറ്റർ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് സി വി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത രവീന്ദ്രാക്ഷൻ, പഞ്ചായത്ത് അംഗങ്ങളായ വി എ കൃഷ്ണൻ, ജോയ്സൺ ആച്ചാണ്ടി, പി കെ അഭിലാഷ്, പഞ്ചായത്ത് സെക്രട്ടറി മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. ഞാറ്റുവേല ചന്തയിൽ സൗജന്യ പച്ചക്കറി തൈകളുടെയും പച്ചക്കറി വിത്തുകളുടെയും വിതരണവും നടീൽ വസ്തുക്കൾ, കുടുംബശ്രീയുടെ വിവിധ മൂല്യവർദ്ധിത വസ്തുക്കളുടെ വിപണനവും ഉണ്ടായിരുന്നു. ഞാറ്റുവേല ചന്ത നേരത്തെ നമ്മുടെ കൃഷി ഓഫീസർ പറഞ്ഞ പോലെ കൊമ്പൊടിച്ചു കുട്ട മുളയ്ക്കുന്ന ഒരു കാലമാണെന്ന് പറയുന്നു. ഈ 14 ദിവസം ഞാറ്റുവേല നടക്കുന്ന തിരുവാതിര ഞാറ്റുവേല. ഈ സമയത്ത് നമ്മുടെ ആളുകളെ കൊണ്ട് പറ്റാവുന്ന തരത്തിലേക്ക് അവരെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിയെങ്കിലും അവരെ കൊണ്ട് കൃഷി ചെയ്യിക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ചന്ത ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ വിത്തും അതുപോലെ തൈകളും കൊടുക്കുകയാണ്. ഇത് നടാനുള്ള ഒരു മനസ്സ് ആളുകൾക്ക് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് നമ്മൾ അതിൽ ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് നമ്മുടെ ആളുകൾക്ക് നേരമില്ലാത്തതിൻ്റെ ഒരു കുറവ്, സ്ഥലമില്ലാത്തതിൻ്റെ പരിമിതമായ സ്ഥലങ്ങളുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ സ്ഥലവും നേരമൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ കുടുംബത്തിലേക്ക് വിഷരഹിതമായ പച്ചക്കറി വിൽക്കാനല്ല, നമ്മുടെ കുടുംബത്തിലേക്കുള്ള ഒരു കറി വെക്കുന്നതിനായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയണം. ഈ തിരുവാതിര ഞാറ്റുവേല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കർഷക വർഷമായിട്ട് ഈ വർഷം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ കൊണ്ടുവച്ചിട്ടുള്ള ലഹരിക്കെതിരെ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ച് സാമൂഹ്യനീതി വകുപ്പ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ഇതെന്റെ ഗോൾ ഫുട്ബോൾ ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്, NSS യൂണിറ്റുകൾ എന്നിവയുടെ സഹകരണത്തോടെ ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ ഇതെന്റെ ഗോൾ എന്ന പേരിലായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം. ക്രൈസ്റ്റ് കോളേജിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദിമുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. യുവജനങ്ങളിൽ ലഹരി വിരുദ്ധ സന്ദേശം കായിക പ്രവർത്തനങ്ങളിലൂടെ പ്രചരിപ്പിക്കുക, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം വളർത്തുക എന്നീ വിവിധ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഫുട്ബോൾ മത്സരത്തിൽ വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം പങ്കെടുത്തു. ലഹരിക്കെതിരെ ഇതെന്റെ ഗോൾ സന്ദേശമുയർത്തി വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാകുമെന്ന് പ്രതിജ്ഞയെടുത്തു. ലഹരി വിരുദ്ധ ഹ്രസ്വ നാടകം, ബോധവൽക്കരണ വീഡിയോ പ്രദർശനം, ലഹരി വിരുദ്ധ സന്ദേശ പ്രഭാഷണങ്ങൾ, മുക്തി വെബ്സൈറ്റ് പ്രകാശനം, റിജുവിനേറ്റ് വേസ് ടു ആർട്ട് ബാനർ പ്രകാശനം, ലഹരി വിരുദ്ധ പ്രതിജ്ഞ ബോധവൽക്കരണ പരിപാടികളും നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, കോളേജ് മാനേജർ ഫാദർ ജോയ് PT, സാമൂഹ്യനീതി വകുപ്പ് സീനിയർ സൂപ്രണ്ട് സിനോ സേവി, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ അനൂഷ മാത്യു, ഡോക്ടർ സുബിൻ K ജോസ് എന്നിവർ സംസാരിച്ചു. വൃത്തി ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലയിലെ വിദ്യാലയങ്ങളിൽ ഡ്രൈ ഡേ ആചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. ഹോട്ടലുകൾ, പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ ശുചിത്വ പരിപാലനത്തിനായി പാലിക്കേണ്ട നിർദ്ദേശങ്ങളടങ്ങിയ പോസ്റ്ററിന്റെ പ്രകാശനവും മേയർ നിർവഹിച്ചു. കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാലയങ്ങളിലെ ജലാശയങ്ങളിൽ നിക്ഷേപിക്കാൻ ഗപ്പി മത്സ്യങ്ങളെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. അയ്യന്തോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ചന്ദ്രൻ അധ്യക്ഷയായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസൺ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലി. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് M സന്ദീപ് മുഖ്യാതിഥിയായിരുന്നു. അയ്യന്തോൾ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MK ശ്രീജ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സെക്രട്ടറി VR സുകുമാർ,
അയ്യന്തോൾ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് PM ഷാജിമോൾ, ജില്ലാ VBDC ഓഫീസർ G സന്തോഷ്, ബയോളജിസ്റ്റ് KN ശ്രീകാന്ത്, ടെക്നിക്കൽ അസിസ്റ്റന്റ് CC മനോജ് ചന്ദ്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സജി ബാബു എന്നിവർ സംസാരിച്ചു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജിൽഷോ ജോർജ് സ്വാഗതവും ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ CM ശ്രീജ നന്ദിയും അറിയിച്ചു. നെടുപുഴ മല്ലിത്തറ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങിക്കാണാതായ തൃക്കൂർ സ്വദേശിയുടെയും കരുവന്നൂർ സ്വദേശിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. തൃക്കൂർ പള്ളിയറ സ്വദേശി കുന്നത്തുവളപ്പിൽ ബിനോജ്, ചെറിയപാലം മുതിരപ്പറമ്പിൽ സജിൽ എന്നിവരാണ് മരിച്ചത്. ബോട്ട് മുങ്ങിയ സ്ഥലത്തിന് സമീപത്തു നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. 5 പേരടങ്ങുന്ന സംഘം പാടത്തെ വളർത്തുമീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പോകുന്നതിനിടെ ബോട്ട് മുങ്ങുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന ജീവനക്കാരായ ഗിരീഷ്, നിഷാദ്, മീൻ വളർത്തൽ കരാറുകാരൻ സുനിൽ എന്നിവർ നീന്തി രക്ഷപ്പെട്ടു. കാണാതായ 2 പേർക്കായി രാത്രി വൈകിയും അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി. കാലാവസ്ഥ പ്രതികൂലമായതോടെ പിൻവാങ്ങി. ശനിയാഴ്ച രാവിലെ പുനരാരംഭിച്ച തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പൂമല ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. അധിക ജലം പുറത്തേക്ക് ഒഴുക്കുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ 26 അടിയിലെത്തിയ ജലനിരപ്പ് 28 അടിയിൽ അധികരിക്കുമ്പോൾ ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകി. രാവിലെ 10നും വൈകിട്ട് 4നും ഇടയിൽ ഷട്ടറുകൾ തുറക്കാൻ അനുമതി നൽകി. ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം മലവായ് തോട് വഴി പുഴയ്ക്കൽ തോട്ടിലേക്ക് എത്തിച്ചേരും. മുളകുന്നത്തുകാവ്, കോലഴി പഞ്ചായത്തുകളുള്ളവർ ജാഗ്രത പാലിക്കണം. പൊതുജനങ്ങൾ തോടുകളിലും പുഴകളിലും ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും ഫോട്ടോ എടുക്കാനും നിയന്ത്രണമുണ്ട്. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകൾ തുടരുന്നു. കുട്ടികളുടെ സാഹസികതയും സന്നദ്ധതയും അതിശയിപ്പിച്ചുവെന്ന് സ്കൗട്ട് മോക്ക് ഡ്രില്ലിൽ വിദ്യാർത്ഥികളെ നേരിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലാ അസോസിയേഷൻ 23ാമത് തൃശൂർ സ്കൗട്ട് ഓപ്പൺ ഗ്രൂപ്പ്, 81ാമത് റേഞ്ചർ ടീം, ഫയർഫോഴ്സ് തൃശൂർ യൂണിറ്റ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ തൃശൂർ പാലസ് റോഡിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഭവനിൽ വെച്ച് വിപുലമായ രീതിയിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. 300ഓളം വിദ്യാർത്ഥികളും 50ഓളം അധ്യാപകരും റോവേഴ്സ് റേഞ്ചേഴ്സ് പ്രതിനിധികളും പങ്കെടുത്തു. റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിൽ അതിസാഹസിക രക്ഷാപ്രവർത്തന പ്രകടനങ്ങൾ നേരിട്ട് വിലയിരുത്തി. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് റോപ്പ് മാർഗം താഴേക്ക് അതിസാഹസികമായി ഇറങ്ങിയ വിദ്യാർത്ഥികളെ താഴെ വെച്ച് മന്ത്രി സ്വീകരിച്ചു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കി അവരെ ഓരോരുത്തരായി റോപ്പിൽ നിന്ന് താഴെ ഇറക്കാൻ മന്ത്രി നേരിട്ട് നേതൃത്വം നൽകി.
ഏതൊരു വലിയ ദുരന്തമുഖത്തും ഫയർഫോഴ്സിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ നമ്മുടെ കുട്ടികൾ കാണിച്ച അസാധ്യ ധൈര്യവും സാഹസികതയും ശരിക്കും അതിശയിപ്പിച്ചു കളഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. പ്രകൃതിക്ഷോഭങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പരിശീലനങ്ങൾ ആവശ്യമാണ്. കുരുന്നുകളുടെ സന്നദ്ധത പ്രശംസനീയമാണ്. തൃശൂർ MLA രാജൻ പല്ലൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് എന്നിവർ ആശംസകൾ അറിയിച്ചു. DEO രോഹിത് നന്ദകുമാർ, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ സ്കൌട്ട് VS ഡേവിഡ്, ADO ലീന എന്നിവരുൾപ്പെടെ ഉദ്യോഗസ്ഥരും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. ഫയർഫോഴ്സ് ക്ലാസുകൾക്കും പരിശീലനങ്ങൾക്കും സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വൈശാഖ് B, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ജനപങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും മോക്ക് ഡ്രിൽ വൻ വിജയമായി. ജോസഫ് ടാജറ്റ്, വേദിയിലുള്ള മറ്റ് ജനപ്രതിനിധികൾ, കൗൺസിലേഴ്സ്, അതുപോലെ തന്നെ സ്കൗട്ടുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ട്രെയിനിങ് നൽകുന്ന ഉദ്യോഗസ്ഥർ, സ്കൗട്ടിലെ അംഗങ്ങളായിട്ടുള്ള വളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ, സഹപ്രവർത്തകർ, ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. തൃശ്ശൂർ സ്കൗട്ടിൻ്റെ ഒരു യൂണിറ്റ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇതുമായി ഡേവിഡ് എന്നോട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഇന്ന് തന്നെ ഒരു മോക്ക് ഡ്രിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപകട മേഖലയിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് പഴയ കാലത്തെ പോലെയല്ല, നമ്മളെല്ലാവരും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവെയർ ആവുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. മുമ്പ് ആസൂത്രണ ബോർഡിലെ PSC നിയമന തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് മന്ത്രി OJ ജനീഷ്. ആഭ്യന്തര അന്വേഷണത്തിന് പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തിയത് കള്ളനെ താക്കോലേൽപ്പിക്കുന്നതിന് തുല്യമാണ്. ഇത് അന്വേഷണം അട്ടിമറിക്കാനാണ്. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നും DGP തല അന്വേഷണമാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രിയെ കണ്ടാവശ്യപ്പെട്ടതായി മന്ത്രി ജനീഷ് പറഞ്ഞു. കുറ്റക്കാരെ തുറുങ്കിലടക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മന്ത്രി ജനീഷ് കൂട്ടിച്ചേർത്തു. അന്വേഷണം തന്നെയാണ്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ അന്വേഷണം ആവശ്യമാണ്. ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ ഒഫൻസാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണം. ഇവരെ തുറങ്കിലടക്കണം. ഇവരുടെ ഇത്തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായി ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ജോലിയിൽ നിന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും വേണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇത് ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം പോലും ഫലപ്രദമല്ല എന്ന് ഞങ്ങൾ പറയാൻ കാരണം അവിടെ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ അയാളേക്കാൾ റാങ്കിൽ കൂടുതലുള്ള ഉദ്യോഗസ്ഥരോടാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത്. അത് തന്നെ ഫലപ്രദമല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ആക്ഷേപത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കൺട്രോളറെ തന്നെ ഇതിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഏർപ്പെടുത്തുന്നത്. അപ്പോൾ PSCയെ സംബന്ധിച്ച് PSC ഒരു കാര്യം മനസ്സിലാക്കണം. സംസ്ഥാനത്ത് ഗവൺമെന്റ് മാറി. സംസ്ഥാനത്ത് ഇന്നലെ വരെ ഇടതുപക്ഷ ഗവൺമെന്റ് അവരെ സംരക്ഷിച്ചതുപോലെ സംരക്ഷിക്കുന്ന സമീപനം ഉണ്ടാകില്ല. ഗവൺമെന്റിന്റെ നയത്തിൽ മാറ്റമുണ്ട്. ഗവൺമെന്റ് നയത്തിൽ ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണ്. പിൻവാതിൽ നിയമനങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. PSCയിൽ അട്ടിമറികൾ പരിശോധിക്കപ്പെടാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് ഉചിതമായ തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി തന്നെ അറിയിക്കുന്നതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ തെക്കുംകര യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ കരുമത്ര മുല്ലക്കൽ മത്തമ്മ നിലയം വൈസ് പ്രസിഡന്റ് CB കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MS ഏലിയാമ്മ അധ്യക്ഷത വഹിച്ചു. PK സുബ്രഹ്മണ്യൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് രക്ഷാധികാരി CE ഷേഖ് അബ്ദുള്ള നവാഗതരെ സ്വാഗതം ചെയ്തു. K നാരായണൻകുട്ടി, MB റോസ്ലി, തോമസ് M മാത്യു, MN കൃഷ്ണൻകുട്ടി, TS കുട്ടപ്പൻ, CE തോമസ്, V കമലം എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി C ജോ സാന്റോസ് സ്വാഗതവും ട്രഷറർ KK ഭരതൻ നന്ദിയും അറിയിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് ഉജ്ജ്വലം 2026 SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടി വിജയിച്ച പഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഉജ്ജ്വലം 2026 കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തെ വിദ്യാർത്ഥികളുടെ പ്രയത്നത്തിന്റെ ഫലമാണ് അനുമോദനങ്ങളെന്നും ഇതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ടീച്ചേഴ്സിനെയും മാതാപിതാക്കളെയും അഭിനന്ദിക്കുന്നുവെന്നും കളക്ടർ പറഞ്ഞു. പഠനത്തോടൊപ്പം വ്യക്തിമൂല്യങ്ങളും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള മികച്ച പൌരന്മാരായി വളർന്നുവരാൻ കുട്ടികൾക്ക് സന്ദേശം നൽകി. പഞ്ചായത്ത് ഹാളിൽ നടന്ന ആദരണീയം പരിപാടിയിൽ പ്രസിഡന്റ് മിനു വർഗീസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ സ്വാഗതം ആശംസിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന വർഗീസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് തേനംപറമ്പിൽ, ബ്ലോക്ക് മെമ്പർമാരായ മിനി നിജോ, KA അബൂബക്കർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KP എൽദോസ്, ഏലിയാസ് പണ്ടേംകട്ട,
ലീലാമ്മ, BJP പ്രതിനിധി ജയൻ പൂശ്ശേരി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ മിനി ജോണി, ബാബു തോമസ്, കുട്ടികളുടെ രക്ഷിതാക്കൾ, ജനപ്രതിനിധികൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു നന്ദി അറിയിച്ചു. നിങ്ങൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമമാണ് ഈ A+ വാങ്ങുക എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ തുടർച്ചയായ അധ്വാനം ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കൂടുതലും പെൺകുട്ടികളെ ഞാൻ കാണുന്നതാണോ അതോ കൂടുതലും പെൺകുട്ടികളാണോ ഉള്ളത് എന്നെനിക്കറിയില്ല. A+ നേടിയതിൽ ആൺകുട്ടികളെ കാണുന്നത് വളരെ കുറവാണ് നമ്മുടെ സദസ്സിൽ. അപ്പോൾ ഒത്തിരി സന്തോഷം പെൺകുട്ടികളെ കൂടി ഇതിങ്ങനെ കാണാൻ സാധിക്കുന്നതിൽ. നമുക്ക് ഫുൾ A+ കിട്ടുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിന്റെ ഫലം തന്നെയാണ്. അതേസമയം ചിലപ്പോൾ ഒരു ചെറിയ ഭാഗ്യക്കേട് കൊണ്ടൊക്കെ ഒരു A+ ഒക്കെ നഷ്ടപ്പെട്ട കുട്ടികൾ ഉണ്ടാവാം, ഒരു A+, 2A+ ഒക്കെ നഷ്ടപ്പെട്ട കുട്ടികളും ഉണ്ടാകാം. അവരെയും ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ ഈ വേളയിൽ അഭിനന്ദിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പ്രസിഡന്റ് ഒരു റിട്ടയർഡ് ടീച്ചറാണ് എന്നെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ റീസെന്റ് നടക്കുന്ന എല്ലാ പരിപാടികളും ഇതുപോലെ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. അപ്പൊ അതില് വിദ്യാർത്ഥികളെക്കാളും ഉപരിയായിട്ട് ഞാൻ സന്തോഷം കാണാറുള്ളത് അവരെ പഠിപ്പിച്ച അധ്യാപകരിലാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഓരോ സ്കൂളുകാരും വന്ന് വിളിക്കുന്നത്. ഞങ്ങൾ ഇത്ര കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തി, എല്ലാവരും ജയിച്ചു, അതിൽ ഇത്ര പേർക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അവരെ സംബന്ധിച്ച്, ഓരോ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയെ സംബന്ധിച്ച് അവരും കൂടി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ജയിക്കണമെന്നും നിങ്ങളെല്ലാവരും ഒരു മികച്ച നിലയിൽ എത്തണമെന്നുകൂടി. അപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ തോട്ടപ്പടിക്കടുത്ത് സർവീസ് റോഡിൽ മണൽ കയറ്റി വന്ന ടോറസ് ലോറി മറിഞ്ഞു. മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ തിരിയുന്ന സർവീസ് റോഡിലാണ് അപകടം. ഗതാഗതം തടസ്സപ്പെട്ടു. ഡ്രൈവർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഓപ്പറേഷൻ തണ്ടർ ലോകകപ്പ് സ്പെഷ്യൽ അബ്കാരി ഓട്ടോയും പ്രതിയും അറസ്റ്റിലായി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടിലപ്പൂവം സെന്ററിലെ സഞ്ചരിക്കുന്ന അബ്കാരി എന്നറിയപ്പെടുന്ന മാടക്കത്ര ചെന്നിക്കര കൊല്ലംപറമ്പിൽ വീട്ടിൽ ഹരിദാസന്റെ മകൻ വിഷ്ണുവിനെ മാടക്കത്ര ചെന്നിക്കര നിന്നും മദ്യവിൽപ്പന നടത്തിയതിന് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്തും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് 6 കുപ്പി മദ്യവും മദ്യം വിൽപ്പന നടത്തി കിട്ടിയ 1500 രൂപയും ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു. സ്ഥിരമായി മദ്യവിൽപ്പന നടത്തുന്ന ആളാണ്. ആളുകൾ തങ്ങളുടെ ഇഷ്ട ടീം തോറ്റാലും ജയിച്ചാലും അബ്കാരി വണ്ടിയെ വിളിച്ചു വരുത്തും. അതുകൊണ്ട് രാത്രിയും പകലും ഏത് സമയത്തും കട്ടിലപ്പൂവം, പുല്ലങ്കണ്ടം, കുണ്ടുക്കാട്, ചിറക്കക്കോട് ഭാഗങ്ങളിൽ അബ്കാരി ഓട്ടോ മദ്യവുമായി സഞ്ചരിക്കും. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായാണ് പ്രതിയെ നിരീക്ഷിച്ചു വന്നിരുന്നത്. മുളകുന്നത്തുകാവ് ഗ്രാമല എടത്തറ ദിവ്യ അന്തരിച്ചു. 40 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രജീഷാണ് ഭർത്താവ്. പുന്നംപറമ്പ് ചിറ്റിലപ്പിള്ളി തൊമ്മാന പരേതനായ അന്തോണി ഭാര്യ ഏലിയ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പൗലോസ്, ഡേവിസ് എന്നിവർ മക്കളും ജെസി, സീന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും.
വനിതാ സംരംഭകർക്ക് കരുത്തായി ദാക്ഷായണി. പട്ടിക വിഭാഗ സ്വയം സഹായ സംഘങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ ധനസഹായം. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ മലയോര മേഖലയിൽ ഉണ്ടാകുന്ന ആനശല്യം നേരിടാൻ അടിയന്തര നടപടികൾക്ക് തീരുമാനമായതായി കെ രാജൻ MLA. സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 99.5 ലക്ഷം രൂപ അനുവദിച്ചു നിർമ്മിച്ച ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ കെട്ടിടത്തിലെ 1ാം നിലയുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. പ്ലാവ് സംരക്ഷണ ദിനവും ചക്ക ദിനവും തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ മേയർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.